പൂച്ചയല്ല മരപ്പട്ടിയ. നമുക്കൊന്നും കൂടെ കയറി നോക്കിയാലോ? അയ്യോ എനിക്ക് പേടിയാ. എന്നാ പിന്നെ ടീച്ചർ കയറി നോക്ക്. ഒരുമിച്ച് കയറി നോക്കാം. ഇല്ല ഞങ്ങക്ക് പേടിയാ. ടീച്ചർ തന്നെ പോയാ മതി. അല്ല ഈ ചിലപ്പോ മരപ്പെട്ടി കടിച്ചാലോ? അത് ശരിയാ. എന്താ പ്രശ്നം? ഇതിന്റെ അകത്ത് മരപ്പെട്ടി. മരപ്പെട്ടിയോ? കുറച്ച് നാളായിട്ട് നിങ്ങൾ മരപ്പെട്ടി എന്ന് പറയുന്നല്ല. ഞാനൊരു പട്ടിയെ കണ്ടിട്ടില്ലല്ലോ. കാണണമെങ്കിൽ ലാബിനകത്ത് കയറി കണ്ടാ മതി. എന്നാ പിന്നെ അതിനെ കണ്ടിട്ട് തന്നെ കാര്യം. സാർ മരപ്പെട്ടി. മരപ്പെട്ടി. മരപ്പെട്ടിയാ? എവിടെ? സുവോളജി ലാബില്. താൻ കണ്ടാ? കണ്ടില്ല, ഞാൻ കയറി നോക്കി. പക്ഷെ അനങ്ങുന്നത് കണ്ടു. അനങ്ങുന്നതെല്ലാം മരപ്പെട്ടിയാണോ? ചില മരപ്പെട്ടി അനങ്ങും സാറേ. സർ ലാബില് മരപ്പെട്ടി. മിസ് കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഈ കുട്ടി കണ്ടായിരുന്നു. കുട്ടി കണ്ടായിരുന്നോ? കണ്ടു. അത് ശരി. കണ്ടങ്ങനെയിരിക്കും. കണ്ട കറുത്ത നിറം, നീണ്ട നഖം, പിന്നെ എന്താ അല്ല സർ മരപ്പെട്ടി തന്നെയാ. കഴിഞ്ഞ ദിവസം ലൈബ്രറി കിടന്ന് കറങ്ങുന്നത് ലൈബ്രറിയനും പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആ വഴി നടക്കാൻ പറ്റത്തില്ല, മൂത്രത്തിന് നാറ്റം കാരണം. ഞങ്ങൾക്ക് പേടിയാ സാർ. സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞ മരപ്പെട്ടി അവിടെ ഇറങ്ങി പോകുമോ? അത് പറയാൻ പറ്റില്ല സാറേ. സാർ ഇവിടുത്തെ പ്രിൻസിപ്പൽ. അത് തട്ടാ മുട്ടാ കേട്ടോ, അങ്ങോട്ടേക്ക് ഇറങ്ങി പോവും. മിസ്സിലും കൂടെ എനിക്ക് പേടിയാ മരപ്പട്ടിയെ. അത് ചിലപ്പോ തട്ടുമുറന്ന് വല്ല വീണായിരിക്കും. പകല് മരപ്പട്ടികൾ ചുറ്റി തിരിയാറില്ല. സാർ അതിനെങ്ങനെയെങ്കിലും പിടിക്കണം. ഞങ്ങൾക്കൊക്കെ പേടിയാ. സാർ ഈ പട്ടിപിടുത്തക്കാരെ ആരെങ്കിലും വിളിച്ചാലോ? പട്ടിയൊന്നും ഇപ്പം പിടിക്കാൻ പറ്റൂല. അതൊക്കെ ഭയങ്കര കുറ്റമാണ്. അതുകൊണ്ട് തന്നെ പട്ടിപിടുത്തക്കാരെ ഇപ്പം കിട്ടാനില്ല. നിങ്ങൾ ക്ലാസ്സിലോട്ട് വയ്ക്കോ. സാറേ ചില മരപ്പെട്ടികൾ പേപ്പട്ടികളെ മേച്ചന്മാരാ കാടി ചുരുട്ടിക്കളയും. ഉണ്ടായിരുന്നു അവിടെ വെറുതെ കുട്ടികളെ പേടിപ്പെടുത്താതെ. ഇവിടെ എവിടെ തട്ടും പുറമുണ്ടോ ഇരുട്ടുണ്ടോ അവിടെയൊക്കെ മരപ്പെട്ടികൾ കാണും. സാധ ജീവിയാണ്, ഉപദ്രവിക്കൂല. നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് കോളേജിൽ കലുഷിതം ഉണ്ടാക്കരുത്. ഗോ ടു ക്ലാസ്സസ്. പോയിക്കോളൂ, പോയി പഠിക്കും. പോയി. താങ്ക് യു സർ. ഞാനോട് പറഞ്ഞില്ല കാര്യമൊന്നുമില്ല. മരപ്പട്ടി ഞാൻ പോട്ടെ സാർ. പോണോ? സാർ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക. അതുകൊണ്ടാണല്ലോ അവരെ കുട്ടികളെന്ന് വിളിക്കുന്നത്. അത് കൊള്ളാം. ഇപ്പൊ ഈ റൂമിലോട്ടൊരു മരപ്പെട്ടി കയറി വന്നാൽ സാറ് പേടിക്കത്തില്ലേ? അത് മരപ്പെട്ടി വന്ന് കയറിയാലേ പറയാൻ പറ്റുള്ളൂ. സാറിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെയെങ്കിലും ആ മരപ്പെട്ടി തല്ലിക്കൊല്ലണം. എന്തിനെ കിട്ടിയാലും കൊല്ലണം, തിന്നണം. മനുഷ്യന് മാത്രം ജീവിക്കണം. അത് കൊള്ളാം. സാറേ എനിക്ക് ഈ മരപ്പെട്ടിയെ കൊല്ലണമെന്നൊന്നും യാതൊരു താല്പര്യമില്ല. പിള്ളേർക്ക് പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ആ ലാബിന്റെ പരിസരത്തോട്ട് പോകാൻ വയ്യ മരപ്പെട്ടിയുടെ മൂത്രത്തിന്റെ നാറ്റം കാരണം. എന്തായാലും ഇവിടുത്തെ ബാത്റൂമിന്റെ അത്ര മണമില്ല മരപ്പെട്ടിയുടെ. ഇതിപ്പോ മരപ്പെട്ടിയുടെ മൂത്രമായാലും മനുഷ്യന്റെ മൂത്രമായാലും ദുർഗന്ധം ഉണ്ടാവും. സാറിനെന്താ പെട്ടെന്നൊരു മരപ്പെട്ടി പ്രേമം? ഈ മരപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു സാധു ജീവിയാ ടീച്ചറെ. അത് കടി കൊള്ളുമ്പോ വിവരം അറിഞ്ഞോളൂ. ഇതിന്റെ യഥാർത്ഥ പേരെന്നൊന്നും ടീച്ചറിന് അറിയാമോ? അറിയില്ല. പഴമുണ്ണി. ഇത് പക്ക വെയിറ്റാണ് ടീച്ചറെ. ഇത് രാത്രി കാലങ്ങളിൽ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാതെ ഇത് ആഹാരം തേടിയിറങ്ങും. പകൽ സമയങ്ങളിൽ ഇരുട്ടിൻ്റെ അറകളിൽ ഇത് രമിക്കും. എന്ത് സാഹിത്യമല്ല ടീച്ചർ. ഈ ശരിക്കും പറഞ്ഞ മരപ്പെട്ടിയുടെ യഥാർത്ഥ പേരെന്താണെന്നറിയാമോ? എന്താ? വൃക്ഷശോനൻ. എന്താ? വൃക്ഷശോനൻ. അപ്പൊ കുറച്ചു മുമ്പ് പഴമുണ്ണി എന്ന് പറഞ്ഞതോ? അങ്ങനെ പറയും. പിന്നെ ഈ മരപ്പെട്ടിയുടെ ഇറച്ചി ടീച്ചർ കഴിച്ചോ? എന്നാ രുചിയാന്നറിയാമോ? നമ്മൾ വീട്ടിലെ അതിഥികളൊക്കെ വരുമ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ച് ഇത്തിരി മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിച്ചാണ് കൊടുത്താലുണ്ടല്ലോ, ഈ വന്ന അതിഥികൾക്കും സന്തോഷവും നമുക്കൊരു തൃപ്തിയാകും. ഭയങ്കര രുചിയല്ലേ മരപ്പട്ടിയുടെ ഇറച്ചി? ആള് കൊള്ളാലോ സാറേ. പ്രസംഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ മൃഗസ്നേഹം. ഞാൻ ശരിക്കും പറഞ്ഞു കേട്ടോ. ടീച്ചർ വേണേ വീട്ടിൽ പോയി പരീക്ഷിച്ചു വയ്ക്കാം. എന്താ സാർ? അതങ്ങ് വന്ന് അതെങ്ങനെ അങ്ങ് കയറി വന്നത്? മരപ്പട്ടി ഞാൻ കണ്ട്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല അത് കടിക്കും. മരപ്പട്ടി കടിക്കാന്നില്ല. ഇല്ല, ഉമ്മ വെക്കും. സാറേ ഇരുട്ടും തട്ടും ഒക്കെ ഉള്ളിടത്ത് മരപ്പട്ടി ഉണ്ടാവും. അത് കടിക്കൊന്നുമില്ല. പ്യുവർ വെജിറ്റേറിയനാ, സാധു ജീവി. അങ്ങ് പൊക്കോളും. ആര് പറഞ്ഞു? അവസരം കിട്ടിയത് ഇറച്ചി കടിച്ചു പറിക്കും. അതിന്റെ ചീച്ചൽ കാണുമായിരുന്നു. പേടിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ
സാറേ 10 പേപ്പട്ടിക്ക് തുല്യ ഒരു മരപ്പട്ടി. എൻ്റെ അടുത്ത് അറിയില്ല അഭിപ്രായം ചോദിച്ചാ അല്ല പറഞ്ഞു ചോദിച്ചാന്ന് താ ഒരു കാര്യം ചെയ്യും എൻ്റെ ഓഫീസ് റൂമിൽ പോയി എൻ്റെ കസേര മേശ എടുത്തോണ്ട് വാ ഞാനിവിടെ ഇരിക്കുന്നു. സാറേ അതെന്റെ കസേരേ. അതാ വേറെ എവിടെയെങ്കിലും പോയി ഇളിക്കല്ലേ 3 ദിവസം 3 ദിവസം 3 ദിവസത്തിനകം മരപ്പറ്റി ഇവിടുന്ന് കടത്തണം. കൊന്നോ ജീവനോടെയോ എങ്ങനെ ചെയ്യും സാറേ ഞാനിപ്പോ താ ഒന്നും പറയണ്ട. 3 ദിവസം കഴിഞ്ഞാൽ ഒന്നിത്താ അല്ലെ മരപ്പട്ടി രണ്ടിലുള്ള ആളെ ഇവിടെ കാണും. അങ്ങനെയാണെങ്കിൽ മരപ്പെട്ടി മിക്കാറും ഇവിടെ തന്നെ കാണും. ആ കറക്റ്റ്. എന്റെ പൊന്നെ സാറേ ഞാൻ ചെന്ന് പറഞ്ഞാൽ മരപ്പട്ടി കോളേജിൽ നിന്ന് ഇറങ്ങി പോവോ? ഇതോ ഒന്നീ പട്ടിയെ പിടിക്കുന്ന ആളെ വിളിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ ഈ പേപ്പട്ടികളൊക്കെ ഈ മരപ്പട്ടികളൊക്കെ പിടിക്കുമല്ലേ ആ വേട്ടക്കാരനെ പിടിച്ചോണ്ട് പോവാ. പിടിച്ചോണ്ട് നൈസ് കഴിഞ്ഞ് കൊണ്ട് പിടിച്ചോണ്ട് ഇവിടെ പോയി ഞാൻ ശ്രമിക്കാം സാർ. ക്ഷമിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. എടാ ഇതിപ്പോ മരപ്പട്ടി വന്നാലും മലയെണ്ണാൻ വന്നാലും നമുക്കാണല്ലോ കിടക്കപ്പെടുത്തി ഇല്ലാത്തത്. 3 ദിവസം ആ പ്രിൻസി വന്നിരിക്കുന്നത്. ഞാനിതിപ്പോ ആരെ കൊണ്ട് പിടിപ്പിക്കും? ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ തന്നെ വെടിവെച്ചിട്ടായിരുന്നു. വെടിവെച്ചാലേ അകത്ത് കിടക്കും. ഒറ്റ വെടിയുടെ പേരിൽ സൽമാൻ ഖാൻ വരെ അകത്ത് കിടന്ന ക്ഷേത്രം എണ്ണാണ്ട് അങ്ങനെ കുമാരേട്ടൻ കോളേജിൽ നിന്ന് പുറത്തുകൊണ്ട് വന്നാലേ നമുക്ക് കുമാരേട്ടൻ്റെ എണ്ണ ഛായാചിത്രം ഫ്രണ്ടിൽ തന്നെ തൂക്കാം. എണ്ണ ഛായാചിത്രമല്ല, വേണ്ടി വന്നാൽ ഞാൻ തന്നെ കോളേജിന്റെ മുമ്പിൽ തൂക്കും, അത് ഉറപ്പാ. എന്നെ വീട്ടിൽ എന്നെ കൂടാതെ 3-4 പരാതികളാ. ഓലെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഒന്ന് പോടേ ഇവിടുന്ന്. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയാതെ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് വിചാരിച്ചാ നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. അല്ല ഒരു കണക്കിന് നിന്റെയൊക്കെ കണ്ണുപെട്ട് നിന്നൊക്കെ പോകുന്നതാ നല്ലത്. ഞാൻ പോവാന്നേ, ഞാൻ പോവാ. പോടേ. ഇയാളുടെ ജീവിതത്തിലേ മരപ്പട്ടിക്ക് ഇത്രയും സാധനം ഉണ്ടെന്ന് ആരുണ്ട്? വളരെ ഗൗരവമായ ചില കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. മറ്റൊന്നുമല്ല, നിങ്ങൾ സ്റ്റുഡൻസാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും പരസ്പര പൂരകങ്ങളായിരിക്കണം. ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്, അധികാരപ്പെട്ടതാണ്. നമുക്കെന്തുമാത്രം അവകാശവും അധികാരവും ഈ ഭൂമിയിലുണ്ടോ അത്രയും അവകാശം ജീവജാലങ്ങൾക്കുണ്ട്. ഒരു ജീവജാലങ്ങളെ നമുക്ക് സൃഷ്ടിക്കാനാവില്ല. ഞാനിത് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങളായെന്ന് തോന്നുന്നു ഒരു മരപ്പട്ടി ഈ ക്യാമ്പസിൽ കയറി വന്നു. അതിനെ കൊല്ലാൻ പ്രിൻസിപ്പൽ 5000 രൂപ ഫീ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കണം. നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്. അടുത്ത തലമുറ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാവോ അതെല്ലാം ഞാൻ അറിയിച്ചുകൊള്ളാം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറയാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. വടക്കൻതല സാറേ, സാറിനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സാറിനോട് നിൽക്കുന്നു സാറ് വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് മരപ്പെട്ടിയെ പേടിയാ. എന്താ കുട്ടി ഇത്? അതൊരു പാവം ജീവിയാ. എന്നാ പിന്നെ സാറിന് സാറിന്റെ വീട്ടിൽ കൊണ്ടുവച്ചോ. അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നത്. സാറ് കുറെ ആലോചിക്കുന്നുണ്ട്, എന്നാലൊന്നും നടക്കത്തുമില്ല. അത് സ്വാഭാവികമാണ്. സാറ് പറയുന്നത് സാർ എന്നെ കേട്ടാൽ മതി. ഞങ്ങൾ പോവുക, നിങ്ങൾ വാടേ. എടാ കുറിച്ചു, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മരപ്പട്ടിയെ പിടിക്കാൻ 5000 രൂപ പ്രിൻസിപ്പൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാറിനോട് ഇപ്പം ഇന്ന് മൃഗസ്നേഹം കളിച്ചാൽ നമുക്ക് കോളേജിൽ ഹിറ്റാകാം. പക്ഷെ എമിലിയും ടീംസും പ്രിൻസിപ്പളൊക്കെ മരപ്പട്ടിക്കെതിരാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണല്ലോ. എന്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എവിടെ കൂടുന്നു അവിടെ നമ്മൾ നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ 5000 ഉറുപ്പിയും എമിലിന്റെ സ്നേഹവും വണ്ടി ആ വഴിക്ക് തിരിച്ചു വിടുകയാണ് നല്ലത്. ഞാനിപ്പോഴേ ആ വഴി കിട്ടു കഴിഞ്ഞു. പോവാം.